ഇന്ത്യക്കെതിരെ വളരെ വലിയ പ്രകോപനമായി പാകിസ്ഥാൻ വീണ്ടും വീണ്ടും വരുന്നു. ഇന്ത്യയിലെ നിരപരാധികളെ കൊന്നൊടുക്കിയത് മാത്രമല്ല, അതിനുശേഷം ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിടാനായിട്ട് ഉള്ള ശ്രമം, വളരെ വലിയ ശ്രമങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. അത് അവിടെ ഇരുന്ന് അടി വാങ്ങിച്ച് കെട്ടാനുള്ള പണിയാണ് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. ഒരു മിസൈല്, അബ്ദാനി മിസൈൽ എന്ന് പറയുന്ന പേരിലുള്ള ഒരു മിസൈൽ, അതായത് കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന ഒരു മിസൈൽ, അത് കപ്പലൊന്നും അതിന് ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു മിസൈൽ പാകിസ്ഥാൻ അത് അവകാശപ്പെടുന്നത് 450 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്നത് അത് 250 കിലോമീറ്റർ മാത്രമേ അതിൻ്റെ പരിധി ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് 450 ഉണ്ടെന്ന് എടുത്തോട്ടെ. പക്ഷേ ഇന്ത്യയുടെ അഗ്നിയുടെ ഭാഗത്തെങ്ങും അത് വരികയല്ല എന്നുള്ളത് ഒന്ന് തിരിച്ചറിയണം, അതവർക്കറിയാം. അപ്പോൾ അതിന് ശേഷം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പല ഭാഗങ്ങളിലായിട്ട്, അതായത് അതിർത്തികളിൽ ഇന്നലെയാണെങ്കിൽ 8 ഇടത്താണ് വെടിവെച്ചത് പാകിസ്ഥാൻ. ഇന്ത്യൻ സൈന്യവും അത് തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ പ്രകോപനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മിസൈൽ പരീക്ഷിക്കുന്നതിന് മുമ്പ്, ഇത് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നു അത് പ്രകോപനമായി ഇന്ത്യ കണക്കാക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടുമുള്ള പ്രകോപനം എന്താണ്? അവിടെ ബിലാവൽ ഭൂട്ടോ ആണ് യഥാർത്ഥത്തിൽ അവൻ്റെ ഉമ്മായെ അവിടെ പട്ടാളം വെടിവെച്ച് കൊന്നതാണ്. അതൊന്നും പ്രശ്നമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമുള്ള കാഴ്ചപ്പാടൊന്നുമില്ല. പറഞ്ഞേക്കുന്നത് രക്തപ്പുഴ ഒഴുക്കും, വെള്ളം തടഞ്ഞാൽ അതിനകത്തൂടെ രക്തം ഒഴുക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് കൂടാതെ വേറെ അവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞത് വെള്ളം തടഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഇന്ത്യ ആക്രമിക്കുമെന്നാണ്, യുദ്ധം. ശരി, ആ ചലഞ്ച് അങ്ങ് ഏറ്റെടുത്തു. ഇപ്പോൾ അവിടെ ഝലം നദിയിലാണ് കൂടുതൽ നീരൊഴുക്ക് പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകി പോകുന്നത്. അത് ഇന്ത്യയിൽ 2 അണക്കെട്ടുകൾ, പ്രധാന അണക്കെട്ടുകളുണ്ട്. ഒന്ന് ബഗ്ലിഹാർ, അതേപോലെ കിഷൻ ഗംഗ. അപ്പോൾ ബഗ്ലിഹാർ അണക്കെട്ടിലെ വെള്ളമുണ്ടല്ലോ, ഇന്നലെ രാത്രി മുതൽ അത് അങ്ങ് കട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷട്ടർ അങ്ങോട്ട് താഴ്ത്തി വളരെ അങ്ങ് കുറച്ചു. അപ്പോൾ വെള്ളം തടഞ്ഞല്ലോ. ജലം തടഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കുന്ന ആളാണല്ലോ. ഇന്ത്യ എന്തിനും സജ്ജമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കൊടുക്കുന്നത്. ഇത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കിഷൻ ഗംഗയിൽ ഉടനടി അവിടുന്നും ഇതേപോലെ ജലം ഒഴുക്കങ്ങ് തടയും. നീരൊഴുക്ക് വളരെ അങ്ങ് ഗണ്യമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒഴുകി പോകുമ്പോൾ ഇതൊന്നും പിന്നെ അങ്ങോട്ട് കിട്ടാനില്ല, വരും. മുഴുവനായിട്ട് തടഞ്ഞെന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്ത്യയുടെ ആവശ്യത്തിന് വേണം വെള്ളം, അതിനാണ് അണക്കെട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അണക്കെട്ടിൻ്റെ സ്ലൂയ എപ്പോൾ തുറക്കണം എപ്പോൾ അടയ്ക്കണമെന്ന് തീരുമാനിക്കുന്ന ഇന്ത്യയാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഉള്ള ആ പാകിസ്ഥാൻ്റെ പ്രകോപനത്തിനെതിരായിട്ട് വളരെ നല്ല ആത്മധൈര്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം ഇന്ത്യ നടത്തി. അതാണ് നമ്മളിന്ന് കണ്ടത്. ഇത് കൂടാതെ ഇന്ത്യ ഇന്നലെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിസൈൽ അങ്ങോട്ട് പരീക്ഷിച്ചല്ലോ പാകിസ്ഥാൻ. പരീക്ഷിക്കട്ടെ, അവരുടെ അബ്ദാനി മിസൈലല്ല, എന്ത് പരീക്ഷിച്ചാലും ഇന്ത്യക്ക് അത് വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല. പക്ഷേ അത് പ്രകോപനമായി കണക്കാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവന്മാർ അത് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്ത എന്താ? ഇമ്മീഡിയറ്റ്ലി വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണ് ഇന്ത്യ എടുത്തത്. അതായത് പറഞ്ഞു, പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യ അങ്ങ് നിരോധിച്ചു. അപ്പോൾ അവിടുന്ന് നല്ല ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങുമായിരുന്നു കേട്ടോ, പാകിസ്ഥാനിൽ നിന്ന്. ചില നല്ല മെറ്റീരിയൽ അവിടെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങും. പക്ഷേ നമുക്കത് വേറെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടും. അപ്പം ആ വിയറ്റ്നാമിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം മെറ്റീരിയൽസ് കിട്ടും. പിന്നാണോ പാകിസ്ഥാൻ. അപ്പോൾ അതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. അതങ്ങ് നിരോധിച്ചപ്പോൾ നമുക്കല്ല നഷ്ടം ഉണ്ടാകുന്നത്, പാകിസ്ഥാനാണ്. മാത്രവുമല്ല, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി അതെല്ലാം നിരോധിച്ചിട്ടുണ്ട്. ഇനി ഒരു സാധനം അങ്ങോട്ട് പോകണ്ട. അടുത്തതായിട്ട് ചെയ്തേക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ പതാകയുള്ള ഒരൊറ്റ കപ്പലും ഇന്ത്യൻ തുറമുഖങ്ങളിൽ എടുക്കാൻ പാടില്ല. പിന്നെ ഇന്ത്യക്ക് എതിരെ വ്യോമപാത പാകിസ്ഥാൻ അടച്ചല്ലോ. അതുമൂലം ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് നഷ്ടമുണ്ടാവും. ഏതാണ്ട് 5000 കോടി രൂപയെങ്കിലും ഒരു വർഷത്തെ നഷ്ടം വരും. കാരണം അധികമായിട്ട് പറക്കണം. പാകിസ്ഥാനിലൂടെ അല്ലാതെ നമ്മുടെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിലേ കൂടെ തന്നെ പോകേണ്ടതാണ് വളരെ എളുപ്പം. ഇവന്മാർ ഇത് അടച്ചു കഴിഞ്ഞപ്പോൾ അതിന് വേറെ ഒന്നും ചെയ്തില്ല. ഇന്ത്യ അവർക്ക് എതിരെയുള്ള വ്യോമപാതകൾ അതിപ്പോഴാണ്, അതുവരെ അനങ്ങില്ല, ഇന്ത്യ ചെയ്തില്ലായിരുന്നു ആ പണി. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യയുടെ മേളിൽ കൂടെ പറക്കാൻ പാടില്ല. ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കാൾ കൂടുതൽ പാകിസ്ഥാന് നഷ്ടം ഉണ്ടാവും.
ഓരോ പ്രവൃത്തി ഇവന്മാർ ചെയ്യുമ്പോഴും അവരത് തിരിച്ചടി നേരിടുകയാണ്, കേട്ടോണ്ടിരിക്കുകയാണ്. യഥാർത്ഥ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ ജലം അങ്ങോട്ട് നീരൊഴുക്ക് തടഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ജല ദൗർലഭ്യം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യുദ്ധം, ഉടനെ യുദ്ധമാണ്. അത് യുദ്ധമായിട്ട് കണക്കാക്കും. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ പാകിസ്ഥാൻ യുദ്ധം ചെയ്യട്ടെ. അതാണ് ആ കാഴ്ചപ്പാടാണ് ഇന്ത്യക്ക്. വലിയൊരു വെല്ലുവിളിയാണ് പാകിസ്ഥാനെതിരെ നടത്തിയിരിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്മീഡിയറ്റ്ലി ആ പണി അങ്ങ് ചെയ്തേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഏതായാലും ബഗ്ലിഹാറിലെ വെള്ളമൊഴുക്ക് വളരെ നല്ല രീതിയിൽ തടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കിഷൻ ഗംഗയിൽ ഇമ്മീഡിയറ്റ്ലി ഇപ്പം അത് തടഞ്ഞ് കാണും. അപ്പോൾ ഏതായാലും അതും വരുന്നുണ്ട്. അങ്ങനെ വരുന്നുടനെ അവിടെ ജലനദിയിലൂടെ പാകിസ്ഥാനിലേക്കുള്ള വെള്ളമൊഴുക്കെന്ന് പറഞ്ഞാൽ ഗണ്യമായിട്ടങ്ങ് കുറയും. അതാണ് അവിടെ വരൾച്ച ഉണ്ടാവാൻ എല്ലാ സാധ്യതകളും ഇപ്പം നമുക്ക് കാണാം. ഇനി ഇപ്പം ഈ യുദ്ധം ചെയ്യും എന്നവരങ്ങ് പറയല്ലേ. ആ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവിടെ ഇരുന്ന് അതിർത്തിയിൽ പതുക്കെ ഇന്ത്യൻ ബങ്കറുകൾക്കൊക്കെ നേരെ വെടിവെക്കും. ഇതൊക്കെ തന്നെ അല്ല, പോസ്റ്റുകൾക്കെതിരെ വെടിവെക്കും. ഇന്ത്യ നേരെ അത് തിരിച്ചടിക്കും സൈന്യം. അതിൽ ആരെങ്കിലും ഇതുവരെ ഇന്ത്യയിൽ നിന്ന് ആരും കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷേ ആ പാകിസ്ഥാനിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും സൈന്യം നല്ലതായിട്ട് അത് തിരിച്ചടിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം, നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ ഒരു BSF ഉടനെ കേട്ടോ, അദ്ദേഹത്തിനെ ഈ യവന്മാർ പിടിച്ചു വെച്ചേക്കാണ്. സാധാരണ അത് പാകിസ്ഥാൻ പിടിച്ചു വെച്ച് കൈമാറേണ്ടതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഫ്ലാഗ് മീറ്റിങ്ങുകളും ഒക്കെ നടന്നിട്ട് പോലും അത് കൈമാറാൻ അവന്മാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പാകിസ്ഥാനി പട്ടാളക്കാരനെ പാകിസ്ഥാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നമ്മുടെ ഇന്ത്യക്കുള്ള BSF പോലെ തന്നെ അവരുടെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, ബോർഡർ ഫോഴ്സ് ഉണ്ട്. അതിൽ ഒരുതനെ പാകിസ്ഥാനിയെ ഇന്ത്യക്ക് കൈ കിട്ടിയിട്ടുണ്ട്. അത് ഇന്ത്യൻ സൈന്യം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കയ്യിൽ കിട്ടിയതായിട്ടാണ്, ഒരാളെ കിട്ടിയതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ അത് ഇനി വേറെ കാര്യമുണ്ട്, മറ്റേ ഇന്ത്യക്കാരനെ വെച്ച് ഇവന്മാർ വില പേശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുഴപ്പമില്ല, അതിന് കൗണ്ടർ പാർട്ടായിട്ട് ഇന്ത്യയുടെ കയ്യിലുണ്ട് വില പേശലിന് വേണ്ടി. അപ്പോൾ ആ രീതിയിലും ഈ കാര്യങ്ങൾ ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും പാകിസ്ഥാൻ എളുപ്പമുള്ള കാര്യങ്ങളല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കൊണ്ട് ഒക്കാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നതും പുലമ്പുന്നതുമെല്ലാം. വിളിച്ച് പറയുക, പ്രകോപനം ഉണ്ടാക്കുക, അതിർത്തിയിൽ വെടിവെപ്പ് ഉണ്ടാക്കുക. ഇതാണ് ഇപ്പോൾ ഭീകരരെ സഹായിക്കുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, ചൈനയ്ക്കൊഴികെ കേട്ടോ. ചൈന ബോധപൂർവം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കൺവീനിയൻ്റ്ലി ഫൊർഗോട്ടൺ എന്ന് നമ്മൾ പറയാവുന്നത് പോലെ തന്നെയാണ് ചൈന പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതൊഴിച്ചാൽ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഇന്ത്യക്കെതിരെ വളരെ വലിയ, അതായത് ഇതുപോലെ ഭീകരരെ അയച്ച് ഒരുപാട് ശല്യം ചെയ്യുന്നു, ഒരു ഭീകരരെ സംരക്ഷിക്കുന്ന രാജ്യമായിട്ടത് മാറി എന്നുള്ളതാണ്. ഇനി ഇങ്ങനൊരു യുദ്ധം ഉണ്ടായെന്നിരിക്കട്ടെ, അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് ഞാൻ മുൻകൂട്ടി ഒന്ന് പറയാം. ഇത് ഓർത്തു വെക്കുക എല്ലാവരും. പാകിസ്ഥാൻ വിഭജിക്കപ്പെടും. വിഭജിക്കുക എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പിന്നെ കാണത്തില്ല. അതാണ് കാര്യം. അവിടെ ഈ ഇന്ത്യയുടെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻറ്റേർണൽ ഫൈറ്റ് വീണ്ടും നേരിടേണ്ടി വരും. പാകിസ്ഥാനിലെ പഞ്ചാബ് അവർക്കെതിരെ, പാകിസ്ഥാനെതിരെ തന്നെ യുദ്ധം ചെയ്യും എന്നുള്ള രീതി നമുക്ക് കാണാം. അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടിക്കാനും നോക്കത്തില്ല. ഇതെന്തായാലും 2 കഷണങ്ങൾ മാറിപ്പോകുന്നുള്ള ഉറപ്പാണ്. പിന്നെ POK അങ്ങനെ ഒരു സാധനം പിന്നെ കാണത്തില്ല, അത് കാശ്മീരായിട്ട് മാറും. അടുത്തത് ബാക്കിയുള്ളത് റാവൽപിണ്ടിയും ലാഹോറും മാത്രമാണ്. ഇതായിരിക്കും ഉള്ളത്. അതിന് എന്ത് പേരിടുമെന്ന് നമുക്കറിയില്ല. ഈ രീതിയിൽ ശിഥിലമായി പോകും പാകിസ്ഥാൻ. പിന്നെ കാണത്തില്ല പാകിസ്ഥാൻ. ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംഭവം പൂവടത്തി കാണത്തില്ല, അത് ഉറപ്പാണ്. അതിൻ്റെ വേവലാതിയിലാണ് യുവമാർ ഈ പണിയെല്ലാം ചെയ്യുന്നതും ഓടി നടക്കുന്നതും. പക്ഷെ ഓടി നടന്നിട്ട് വീണ്ടും അഹങ്കാരം എന്ന് പറയുന്നതിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇന്ത്യയെ വിളിച്ചു വരുത്തി യുവമാർ അടി വാങ്ങിക്കുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും വിളിച്ചു വരുത്തി ഇന്ത്യയെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം ജലം കുറച്ചല്ലോ, അവരെ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്തു, ജലം അങ്ങ് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഗണ്യമായിട്ട് അങ്ങ് കുറച്ചു. അത് പൂർണ്ണമായിട്ട് കട്ട് ചെയ്യുന്ന കാലം വിദൂരമൊന്നുമല്ല കേട്ടോ. അത് ഭംഗിയായിട്ട് മുഴുവൻ ആ വാൽവ് മുഴുവൻ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ അണക്കെട്ടിനകത്ത് വെള്ളം ഉണ്ടാവും, അത് വഴി തിരിച്ചു വിടാനുള്ള വേറെ മാർഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിട്ട് വരും. അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പാകിസ്ഥാന് യഥാർത്ഥത്തിൽ ആ ജലദൗർലഭ്യം വളരെയധികം ഉണ്ടാവും, വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അത് മുൻകൂട്ടി കൊണ്ടുകൊണ്ടാണ്, അത് കണ്ടുകൊണ്ടാണ് അവർ അങ്ങോട്ട് വലിയ
പറഞ്ഞത് ജലം തടഞ്ഞാൽ യുദ്ധമായിട്ട് കണക്കാക്കിക്കോട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ശരിയായ യുദ്ധം ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരുതിനെ അവിടെ കൊണ്ടുവന്ന് ബോംബിട്ട് നിരപരാധികളെ കൊല്ലുന്നതല്ല. സാമ്പത്തികമായിട്ട് എക്കണോമിക്കലി ഇവരെ തകർക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഇന്ത്യ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ. കാരണം അവരുടെ വാണിജ്യം, അതായത് ഇറക്കുമതി കംപ്ലീറ്റ് ആയിട്ട് തടഞ്ഞു ഇന്ത്യയിലേക്കുള്ള. ഇനി ഇന്ത്യ വഴി അവർ വിദേശങ്ങളിലേക്ക് ഒരുപാട് സാധനങ്ങൾ പല രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു, അതും തടഞ്ഞു. ഇനി ഇത് മാത്രമല്ല, വ്യോമ അതുപോലെ കരമാർഗത്തിലൂടെ ഉള്ള എല്ലാ പോസ്റ്റൽ സർവീസുകളും പാകിസ്ഥാനിൽ നിന്നുള്ളത് തടഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമാണ്. കാരണം ഇവന്മാരെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. എന്താണ് ഇവന്മാർ ഇങ്ങോട്ട് ഇതിലെ അയക്കുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം അവരെന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരു വർഗമാണ്. അതുകൊണ്ട് അതും തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ചെയ്തേക്കുന്നത് എന്താ? ഇന്ത്യൻ പതാകയുള്ള കപ്പൽ പാകിസ്ഥാൻ്റെ തുറമുഖങ്ങൾ വേണ്ട ഒരു നിർബന്ധം. അങ്ങനെ ആകുമ്പോൾ നഷ്ടം പാകിസ്ഥാനേ ഉണ്ടാവും, ഇന്ത്യക്ക് ഉണ്ടാവത്തില്ല. ഇന്ത്യയുടെ നഷ്ടം എന്ന് പറയുന്ന ആ നഷ്ടമായിട്ട് കണക്കാക്കണ്ട. നമുക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് നിരപരാധികളായ 26 പാവപ്പെട്ടവരെ പാകിസ്ഥാൻ ഭീകരർ വെടിവെച്ച് കൊന്നെന്നുള്ളതാണ്. ഇനി അവരെ എവിടെ പോയാലും ഇപ്പോൾ അവന്മാരെ ഒളിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അനന്തനാഗിൽ തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവിടെ ബങ്കറുകൾക്കുള്ളിലാണ് അവരിയ്ക്കുന്നതെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് തെരച്ചിലിനൊരു വളരെ ദുഷ്കരമാണ്. പക്ഷേ അതിന് കൂടുതൽ ദിവസമൊന്നും എടുക്കത്തില്ല. ഇന്ന് ഈ ഭീകരാക്രമണം നടന്നിട്ട് 14 ദിവസം ആകുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. പിടിക്കാനൊക്കുന്നത് വനത്തിൽ അവർ വെൽ ട്രെയിൻഡാണ് യവന്മാർ. ഇവരുടെ ഭക്ഷണ സാധനം പോലും അവരുടെ കയ്യിലുണ്ട് പലപ്പോഴും. ആ രീതിയിലാണ് അവർ പലയിടത്തും കരുതി വെച്ചിട്ടുണ്ട്. പിന്നെ വനമേഖലകളിലൊക്കെ നടക്കുന്ന തെരച്ചിലുകൾ നമ്മൾ കാണുന്നു. അതിഭീകരമായ ഘോരമായ മഴയിലൂടെയാണ് നമ്മുടെ സൈനികർ അതുപോലെ സുരക്ഷാ ഭടന്മാരും ഒക്കെ ചേർന്ന് ഈ തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും ഈ ഭീകരാക്രമണം മൂലം കാശ്മീരിനെ ഒരുപാട് അങ്ങ് നശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ശരിയാണ്. എക്കണോമിക്കലി ഒരുപാട് അവരെ തകർന്നു പോയി. അവരുടെ ടൂറിസം മുഴുവൻ തകരുകയാണ്. പിന്നെ അവിടെ നിന്നുള്ള കയറ്റുമതി സാധനങ്ങളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. കാരണം കൂടുതലായിട്ട് അവിടുന്ന് ആപ്പിള്, അത് കുഴപ്പമൊന്നും വരത്തില്ല, അത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ മറ്റ് ചില സാധനങ്ങളുണ്ട്, നമ്മൾ വളരെ വിലയേറിയ സാധനങ്ങളുണ്ട്. ചില ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഏതായാലും അവിടുന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റും. അത് മാത്രമേ പറ്റുന്നുള്ളൂ. പക്ഷേ അവിടുത്തെ ടൂറിസം 95% നഷ്ടപ്പെട്ടു. അവർ അങ്ങനെ വളരെ ദുരിതത്തിലാണ് കാശ്മീരികൾ ആ കാര്യത്തിൽ. ഈ വെളിയിൽ നിന്ന് ചെല്ലുന്ന വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊന്നത് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ രീതിയിലേക്ക് മാറി. പാകിസ്ഥാൻ തകർച്ചയിലാണ്, സംശയിക്കേണ്ട.